നമസ്കാരം. വൃത്തങ്ങളിലെ താളഘടനാ വിചിന്തനത്തിൻ്റെ 6ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഭാഷാവൃത്തങ്ങളിൽ അഥവാ ദ്രാവിഡ വൃത്തങ്ങളിൽ രചിക്കുന്ന ഈരടികൾക്ക് താളം കൊടുക്കുന്നത് പോലെ സംസ്കൃത വൃത്തങ്ങളിൽ രചിക്കുന്ന ശ്ലോകങ്ങൾക്ക് കൃത്യമായ താളം കൊടുക്കുവാൻ സാധിക്കുകയില്ല. എന്നിരുന്നാലും ആ വൃത്തങ്ങൾക്ക് വായ്ത്താരികൾ നൽകി അവ തമ്മിലുള്ള സാജാത്യങ്ങളും വൈജാത്യങ്ങളും സ്പഷ്ടമാക്കാനാണ് ഈ വീഡിയോയിൽ ഞാൻ ശ്രമിക്കുന്നത്. വൃത്തമഞ്ജരിയിൽ ഈ ഓരോ വൃത്തത്തിനും ലക്ഷണം കൊടുത്തിട്ടുള്ളത് അതേ വൃത്തത്തിൽ തന്നെയാണ് എന്നത് ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. അതായത് ഇന്ദ്രവജ്ര എന്ന വൃത്തം കേളിന്ദ്രവജ്രയ്ക്കു തതം ജഗംഗം എന്നാണ് അതിന് ലക്ഷണം. ഈ വരി ഇന്ദ്രവജ്ര എന്ന വൃത്തത്തിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഇതിനൊരു വായ്ത്താരി കൊടുക്കുകയാണെങ്കിൽ ധീം ധീം തധീം ധീം തകധീം തധീം ധീം 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 തധീം ധീം തകധീം തധീം ധീം എന്ന് കൊടുക്കാവുന്നതാണ്. ഖണ്ഡനടയിൽ കൃത്യമായി താളം പിടിച്ച് ചൊല്ലാൻ സാധിക്കുന്ന ഒരു വൃത്തമാണ് ഈ ഇന്ദ്രവജ്ര. ഇതിൻ്റെ യതികളിൽ ഒരേ അക്ഷരം ആവർത്തിച്ച് ചൊല്ലഴക് വർദ്ധിപ്പിക്കാൻ കവികൾ ശ്രമിക്കാറുണ്ട്. ശ്രീ അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ്റെ ഒരു ശ്ലോകം ഉദാഹരിക്കാം. ഗംഗാം ധരന്തം ഗരളം പിബന്തം കാമം ഹരന്തം കരുണാമരന്തം നിത്യം നിരന്തം നിഗമാർത്ഥകന്ദം വന്ദേ നിതാന്തം വനഭൂചരം തം. ഇന്ദ്രവജ്രയുടെ തുടക്കത്തിലുള്ള ഗുരുവിനെ മാറ്റി ലഘുവാക്കിയാൽ കിട്ടുന്ന വൃത്തമാണ് ഉപേന്ദ്രവജ്ര. ഇതും ഖണ്ഡഗതിയിൽ ഇങ്ങനെ ചൊല്ലാൻ സാധിക്കും. അടി കഴിഞ്ഞൊരു മാത്ര വിട്ടിട്ട് വേണം ചൊല്ലാൻ എന്ന് മാത്രം, അനാഗതമായി ചൊല്ലാൻ സാധിക്കും എന്ന് ചുരുക്കം. ഉപേന്ദ്രവജ്രയ്ക്കു ജതം ജഗംഗം തധീം തധീം ധീം തകധീം തധീം ധീം 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 വ്രജസ്മരന്തം മുരളീധരന്തം രുജാന്തകം തം കരുണാകരന്തം പ്രജാകരന്തം ക്ഷിതിപാലകം തം ഭജേ നിതാന്തം യദുനായകം തം. പ്രാസം ഇവിടെയും കവികൾ പരീക്ഷിക്കാറുണ്ട്. ഇത് രണ്ടും ചേർത്ത് ഇന്ദ്രവജ്രയും ഉപേന്ദ്രവജ്രയും ഇടകലർത്തി എഴുതി ഉപജാതി എന്ന രീതിയിൽ കവികൾ ഉപയോഗിക്കാറുണ്ട്. ധീം ധീം തധീം ധീം തകധീം തധീം ധീം തധീം തധീം ധീം തകധീം തധീം ധീം. രഥോദ്ധത ചതുരശ്രഗതി പരാമർശിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള വൃത്തമാണെങ്കിലും ധീം തധീം തക്കിട്ട ധീം തധീം തധീം എന്ന വായ്ത്താരി രം നരം ലഗുരുവും രഥോദ്ധത ധീം തധീം തക്കിട്ട ധീം തധീം തധീം. കൃത്യമായ ചതുരശ്ര നട താളം പിടിച്ച് ചൊല്ലാൻ സാധിക്കുന്ന വൃത്തമാണ് രഥോദ്ധത. ഈ രഥോദ്ധതയുടെ തുടക്കത്തിൽ 2 ലഘു അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താൽ കിട്ടുന്നതാണ് മഞ്ജുഭാഷിണി. തകധീം തധീം തക്കിട്ട ധീം തധീം തധീം തകധീം തധീം തക്കിട്ട ധീം തധീം തധീം എന്ന് വരും. കൃത്യമായി ഒരു താളഘടനയിൽ ഇത് ഒതുങ്ങില്ല എന്നത് മറച്ചു വെക്കുന്നില്ല. धीम तधीम तकिट धीम तधीम तकिट धीम तधीम तकिट धीम तधीम
ധീം തധീം തക്കിട്ട ധീം തധീം തക്കിട്ട ധീം തധീം തക്കിട്ട ധീം തധീം. രം നരം നര നരം നിരന്നു വരുമെങ്കിലോ കുസുമമഞ്ജരി എന്നാണ് അതിൻ്റെ ലക്ഷണം പറഞ്ഞിട്ടുള്ളത്. ഈ കുസുമമഞ്ജരിയുടെ തുടക്കത്തിൽ 2 ലഘു കൊടുത്ത് ഒരു പ്രത്യേക വൃത്തം ചില കവികൾ ഉപയോഗിച്ചിട്ടുള്ളത് കാണാം. അതിനൊരു പേര് വൃത്തമഞ്ജരി എന്ന ഗ്രന്ഥത്തിൽ ഇല്ല. രഥോദ്ധതയുടെ തുടക്കത്തിൽ 2 ലഘു ചേർത്തതാണ് മഞ്ജുഭാഷിണി. കുസുമമഞ്ജരിയുടെ തുടക്കത്തിൽ 2 ലഘു ചേർത്തും ചില കവികൾ എഴുതാറുണ്ട്. അപ്പോൾ അത് വരുന്നത് തക്കധീം തധീം തക്കിട്ട ധീം തധീം തക്കിട്ട ധീം തധീം തക്കിട്ട ധീം തധീം തക്കധീം തധീം തക്കിട്ട ധീം തധീം തക്കിട്ട ധീം തധീം തക്കിട്ട ധീം തധീം. ജനരഞ്ജനി എന്ന ഒരു പേരൊക്കെ പിന്നീട് ചിലർ ഈ വൃത്തത്തിന് കൊടുത്തത് കാണാം. പ്രസിദ്ധമായ മറ്റൊരു വൃത്തമാണ് സ്വാഗത. സ്വാഗതയ്ക്കുരനഭം ഗുരു രണ്ടും എന്നാണ് അതിന് ലക്ഷണം വൃത്തമഞ്ജരിയിൽ കാണാൻ സാധിക്കുക. ധീം തധീം തക്കിട്ട ധീം തക്ക ധീം 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 തധീം തക്കിട്ട ധീം തക്ക ധീം ധീം എന്ന് വായ്ത്താരി നമുക്ക് ചൊല്ലാൻ സാധിക്കും. ധീം തധീം തക്കിട്ട ധീം തധീം തധീം എന്നായാൽ അത് രഥോദ്ധതയാണ്. ധീം തധീം തക്കിട്ട ധീം തകധീം ധീം എന്ന് മാറ്റിയാൽ അത് സ്വാഗതയായി മാറും. പ്രസിദ്ധമായ നാടകഗാനം ബലികുടീരങ്ങളെ, അതിലെ ചില വരികൾ ഈ സ്വാഗത എന്ന വൃത്തത്തിലാണ്. ഭൂപടങ്ങളിലൊരിന്ത്യ നിവർന്നു ജീവിതങ്ങൾ തുടലൂരിയെറിഞ്ഞു ചുണ്ടിൽ ഗാഥകൾ കരങ്ങളിൽ ഈ പൂച്ചെണ്ടുകൾ പുതിയ പൗരനുണർന്നു. ഈ വരികൾ, അതുപോലെ തൊട്ടപ്പുറത്തുള്ള നിങ്ങൾ നിന്ന സമരാങ്കണ ഭൂവിൽ എന്ന വരികളും ഈ സ്വാഗത എന്ന വൃത്തത്തിലാണ്. നരരലം ഗവും സമ്മതാഭിധം നരരലം ഗവും സമ്മതാഭിധം തക്കിട്ട ധീം തധീം ധീം തധീം തധീം തക്കിട്ട ധീം തധീം ധീം തധീം തധീം. പ്രസിദ്ധമായ മറ്റൊരു വൃത്തമാണ് സമ്മത. ഹരിവരാസനം വിശ്വമോഹനം എന്ന പാട്ട് ഈ വൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളതെന്ന് പറയാം. ഇതിൽ തക്കിട്ട ധീം തധീം എന്ന ആദ്യ ഭാഗം, ധീം തധീം തധീം എന്ന രണ്ടാം ഭാഗം, അങ്ങനെയാണ് വരുന്നത്. 2 ഭാഗവും ഒരേപോലെയാക്കിയാൽ, അതായത് തക്കിട്ട ധീം തധീം തക്കിട്ട ധീം തധീം തക്കിട്ട ധീം തധീം തക്കിട്ട ധീം തധീം. നരനരം വരുന്നതു സുഖാവഹം നരനരം വരുന്നതു സുഖാവഹം, സുഖാവഹം എന്ന വൃത്തമായി മാറുന്നു. വൃത്തമഞ്ജരിയിൽ അർദ്ധസമവൃത്തങ്ങൾ എന്ന പേരിൽ കൊടുത്തിട്ടുള്ള ചില വൃത്തങ്ങൾ. വിയോഗിനി എന്ന വൃത്തം. വിഷമേ സസജംഗവും സമേ സഭരം ലം ഗുരുവും വിയോഗിനി എന്നാണ് അതിൻ്റെ ലക്ഷണം. തക്കധീം തക്കധീം തധീം തധീം തക്കധീം ധീം തക്കധീം തധീം തധീം എന്നതിന് വായ്ത്താരി ചൊല്ലാവുന്നതാണ്. ഈ വിയോഗിനിയിൽ ഓരോ വരിയിലും അവസാനം ഓരോ ഗുരു അക്ഷരം കൂട്ടിച്ചേർത്ത് കിട്ടുന്നതാണ് വസന്തമാലിക. വസന്തമാലികയ്ക്ക് ലക്ഷണം പറഞ്ഞിട്ടുള്ളത് വിഷമേ സസജംഗം സമത്തിൽ, വിയോഗിനിയിൽ സമേ എന്ന് നിർത്തിയോർത്ത് ഇവിടെ സമത്തിൽ എന്ന് എഴുതാം. സഭരേഭംയ വസന്തമാലികയ്ക്ക് തക്കധീം തക്കധീം തധീം തധീം ധീം തക്കധീം ധീം തക്കധീം തധീം തധീം ധീം. ആ ഒടുക്കത്തെ ധീം ഒഴിവാക്കിയാൽ അത് വിയോഗിനിയായി മാറും. ധാരാളം കവികൾ ധാരാളമായി ഉപയോഗിച്ച മറ്റൊരു അർദ്ധസമവൃത്തമാണ് പുഷ്പിതാഗ്ര.
നനരയ വിഷമത്തിലും സമത്തിൽ പുനരിഹനം ജജരംഗ പുഷ്പിതാഗ്ര. തക്കിട്ട തക്കിട്ട ധീം തധീം തധീം ധീം തക്കിട്ട തധീം തക്കധീം തധീം തധീം ധീം എന്ന് വായ്ത്താരി ചൊല്ലാവുന്നതാണ്. ഈ പുഷ്പിതാഗ്രയിൽ അവസാനത്തെ ഓരോ ഗുരു കുറച്ച ഒരു വൃത്തഘടനയും നമുക്ക് കാണാൻ സാധിക്കും. പുഷ്പിതാഗ്രയ്ക്ക് തക്കിട്ട തക്കിട്ട ധീം തധീം തധീം ധീം എന്നുള്ളത് തക്കിട്ട തക്കിട്ട ധീം തധീം തധീം എന്ന് ആദ്യത്തെ വരിയിലും, പുഷ്പിതാഗ്രയുടെ രണ്ടാമത്തെ വരി തക്കിട്ട തധീം തക ധീം തധീം തധീം ധീം എന്ന് വരുന്നത് തക്കിട്ട തധീം തക ധീം തധീം തധീം എന്നും മാറ്റിയാൽ കിട്ടുന്ന വൃത്തമാണ് അപരവക്ത്രം. കുമാരനാശാന്റെ ലീല എന്ന ഖണ്ഡകാവ്യം ഈ അപരവക്ത്രത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഇനി മറ്റൊരു വൃത്തം തോടകം. സഗണം കില നാലിഹ തോടകമാം സഗണം കില നാലിഹ തോടകമാം തകധീം 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 തകധീം. തോടകം പ്രസിദ്ധമായ വൃത്തമാണ്. തക്കധീം 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 തക്കധീമി 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 എന്ന ചതുരശ്ര നടയിൽ നിൽക്കുന്ന ഒരു വൃത്തമാണിത്. ഈ തോടകത്തിൽ അവസാനം ഉള്ള തകധീം എന്ന ആ മൂന്നക്ഷരത്തിൽ തുടക്കത്തിലുള്ള താനോ നടുവിലുള്ള കാനോ ഏതെങ്കിലും ഒന്നെടുത്ത് ഏറ്റവും തുടക്കത്തിൽ കൊണ്ടെന്ന് വെച്ചാൽ അത് മറ്റൊരു വൃത്തമായി മാറും. ത എന്ന അക്ഷരം ഞാൻ തുടക്കത്തിലേക്ക് കൊണ്ടുവരികയാണ്. തതകധീം തകധീം തകധീം തധീം തതകധീം തകധീം തകധീം തധീം. ഇത് ദ്രുതവിളംബിതമാം നഭവും ഭരം ദ്രുതവിളംബിതമാം നഭവും ഭരം ദ്രുതവിളംബിതം എന്ന വൃത്തമായി മാറും. ശാർദൂല വിക്രീഡിതം എന്ന ഏറെ പ്രശസ്തമായ വൃത്തം. 12 മസജം സതംത ഗുരുവും ശാർദൂല വിക്രീഡിതം എന്നാണതിന് ലക്ഷണം വൃത്തമഞ്ജരിയിൽ കാണാൻ സാധിക്കുന്നത്. ധീം 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 തകധീം തധീം തതകധീം ധീം ധീം തധീം ധീം തധീം ധീം 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 തകധീം തധീം തതകധീം ധീം ധീം തധീം ധീം തധീം എന്നതിന് വായ്ത്താരി ചൊല്ലാവുന്നതാണ്. ശ്രീ ഉമേഷ് പി നരേന്ദ്രൻ്റെ വൃത്തവുമായി ബന്ധപ്പെട്ട ചില വീഡിയോകളിൽ ഒരുപാട് വൃത്തങ്ങളെക്കുറിച്ച് അദ്ദേഹം വളരെ സുന്ദരമായും വൃത്തിയായും സ്പഷ്ടമായും പറഞ്ഞിട്ടുണ്ട്. ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തെ ആ വൃത്തം എങ്ങനെയെല്ലാം പരിഗണിക്കപ്പെടേണ്ടതാണ് എന്നതിൻ്റെ സാധ്യതകളെ ഏറെ വിശദമായി തന്നെ അദ്ദേഹം തൻ്റെ വീഡിയോവിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ വൃത്തത്തിൽ അഷ്ടാക്ഷരപ്രാസം ഉൾക്കൊള്ളിക്കുന്നതിൽ പല കവികളും ശ്രദ്ധിക്കാറുണ്ട്. അതിലൂടെ കിട്ടുന്ന ചൊല്ലഴകിന് ഉദാഹരണമായി ശ്രീ കൈതക്കൽ ജാതവേദൻ്റെ ഒരു ശ്ലോകം ചൊല്ലുന്നു. പാലാഴിത്തിര വെൺമതിപ്രഭ ലസത്തൂലാഞ്ചലം ജാഹ്നവീകീലാലം ബിസതന്തുജാലം ഇവയുദ്വേലാഭ കൈക്കൊണ്ടുടൻ ചേലായി ചേർന്നു ഘനീഭവിച്ചു ഭസിതശ്രീലാസ്യഭാസാർന്ന പോൽ കൈലാസം ധവളം ശിവാശിവലസദ്ലീലാലയം കോമളം. ല ല ല എന്ന അക്ഷരത്തിൻ്റെ ആവർത്തനം കൊണ്ടുണ്ടാക്കുന്ന ഒരു ചൊല്ലഴകാണ് അഷ്ടാക്ഷരപ്രാസം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്.
ദ്രുതവിളംബിതത്തിൻ്റെ തതക്കധീം തക്കധീം തക്കധീം തധീം എന്ന ഘടന രണ്ടാമത്തെ വരിയിൽ നിലനിർത്തുകയും തോടകത്തിൻ്റെ തക്കധീം 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 എന്നതിലെ ആ ക ഒഴിവാക്കുക, തക്കധീം 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 തധീം എന്നാക്കുക, അത് ഒന്നാമത്തെ വരിയാക്കി മാറ്റാം. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വൃത്തമാണ് ഹരിണപ്ലുത. തക്കധീം 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 തധീം തതക്കധീം തക്കധീം തക്കധീം തധീം. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ നിരവധി വൃത്തങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ദ്രവജ്ര ഉപേന്ദ്രവജ്ര എന്നീ രണ്ട് വൃത്തങ്ങൾ പോലെ ഇന്ദ്രവംശ വംശസ്ഥം എന്ന രണ്ട് വൃത്തങ്ങളും ഉപജാതിയാക്കി പ്രയോഗിക്കുന്ന പതിവ് കവികൾക്കുണ്ട്. ധീം ധീം തധീം ധീം തക്കധീം തധീം ധീം 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 തധീം ധീം തക്കധീം തധീം ധീം എന്നാണ് ഇന്ദ്രവജ്രയ്ക്ക് വായ്ത്താരി ചൊല്ലിയത്. അത് ധീം ധീം തധീം ധീം തക്കധീം തധീം തധീം ധീം ധീം തധീം ധീം തക്കധീം തധീം തധീം എന്നാക്കി മാറ്റിയാൽ അത് ഇന്ദ്രവംശ എന്ന വൃത്തമാവും. ഒരു ഗുരു അവസാനം കൂടുതലായി എന്ന വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഉപേന്ദ്രവജ്രയിൽ അവസാനം ഒരു ഗുരു കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന വംശസ്ഥം എന്ന വൃത്തവും. തധീം തധീം ധീം തകധീം തധീം 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 ധീം തകധീം തധീം തധീം എന്ന് ഒരു ഗുരു അക്ഷരം അവസാനം കൂട്ടിച്ചേർത്താൽ ഉപേന്ദ്രവജ്ര വംശസ്ഥമായി മാറുന്നു. ഇവയെ രണ്ടിനെയും ചേർത്ത് ഉപജാതി എന്ന രീതിയിൽ എഴുതുന്ന പതിവും കവികൾ സ്വീകരിക്കാറുണ്ട്. പ്രമിതാക്ഷരയ്ക്കു സജ ചേർന്നു സസ, പ്രമിതാക്ഷരയ്ക്കു സജ ചേർന്നു സസ. പ്രമിതാക്ഷര എന്ന വൃത്തം. തകധീം തധീം തകധീം 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 തധീം തകധീം 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 തധീം തകധീം 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 തധീം തകധീം തകധീം. പ്രമിതാക്ഷരയ്ക്കു സജ ചേർന്നു സസ, തകധീം തധീം തകധീം 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 തധീം തകധീം തകധീം. പ്രമിതാക്ഷര എന്ന കൃത്യമായ താളത്തിൽ ഒതുക്കാൻ സാധിക്കുന്ന ഒരു വൃത്തം. തക്കധീമി തക്കധീമി എന്ന ചതുരശ്ര നടയിൽ ഒതുക്കി ചൊല്ലാൻ കഴിയുന്ന ഒരു വൃത്തമാണത്. ഇന്ദുവദന മുമ്പ് പരാമർശിച്ചതാണ് എങ്കിലും ഒന്നുകൂടി അവതരിപ്പിക്കാം. ഇന്ദുവദനയ്ക്കു ഭജസം ന ഗുരു രണ്ടും, ധീം തക്കിട്ട ധീം തക്കിട്ട ധീം തക്കിട്ട ധീം 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 തക്കിട്ട ധീം തക്കിട്ട ധീം തക്കിട്ട ധീം 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 തക്കിട്ട ധീം തക്കിട്ട ധീം തക്കിട്ട ധീം ധീം. തക്ക തക്കിട്ട തക്ക തക്കിട്ട എന്ന ഖണ്ഡനടയിൽ ചൊല്ലാൻ പറ്റുന്ന വൃത്തമാണ് ഇന്ദുവദന. ഇതിലും ഒരേ അക്ഷരത്തിൻ്റെ ആവർത്തനത്തിലൂടെ മനോഹാരിത വർദ്ധിപ്പിക്കാൻ കവികൾ ശ്രദ്ധിക്കാറുണ്ട്. മഹാകവി കൈതക്കൽ ജാതവേദൻ്റെ ഒരു മനോഹരമായ ഇന്ദുവദന. ഒന്നിതു നിനയ്ക്കു കമഹ പ്രളയമായാൽ തന്നിളയ കാൽവിരലുമീമ്പിയൊരു ബാലൻ, കന്നിവന മറ്റൊരുവിടത്തിലണയില്ലാലിന്നിലയിലിന്നിലയിലിന്നിളയിലിന്നീ. ഒരേ അക്ഷരത്തിൻ്റെ ആവർത്തനത്തിലൂടെ കിട്ടുന്ന ഒരു ചൊല്ലഴക് ഈ വൃത്തത്തിൽ പലരും സ്വീകരിക്കാറുണ്ട്. ഇന്ദുവദനയുടെ ആദ്യത്തെ 3 ഗണങ്ങളും തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട എന്ന രീതിയിൽ 5 മാത്രയുണ്ടാവുന്ന തരത്തിലാക്കി മാറ്റിയാൽ കിട്ടുന്ന വൃത്തമാണ് മണിദീപം. ധീം തക്കിട്ട ധീം തക്കിട്ട ധീം തക്കിട്ട ധീം ധീം എന്നാണ് ഇന്ദുവദനയ്ക്ക് എങ്കിൽ
തക്കത്തക്കിട്ട 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 ധീം ധീം എന്നാക്കി മാറ്റിയാൽ അത് മണിദീപം എന്ന വൃത്തമായി മാറും. ഖണ്ഡഗതിയിൽ മനോഹരമായി ചൊല്ലാൻ സാധിക്കുന്ന മറ്റൊരു വൃത്തമാണ്, സംസ്കൃത വൃത്തമാണ് മത്തേഭം. മത്തേഭത്തെക്കുറിച്ചും മുമ്പ് പരാമർശിച്ചിട്ടുള്ളതാണ്. മത്തേഭ സംജ്ഞമിഹ വൃത്തം ധരിക്കത ഭയത്തോടു ജംസരനകം എന്നാണ് അതിൻ്റെ ലക്ഷണം. ധീം ധീം തധീം തക്കിട ധീം ധീം തധീം തക്കിട ധീം ധീം തധീം തക്കിട ധീം 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 തധീം തക്കിട ധീം ധീം തധീം തക്കിട ധീം ധീം തധീം തക്കിട ധീം എന്ന് വായ്ത്താരി ചൊല്ലാവുന്നതാണ്. ഇതിലും ദ്വാദശാക്ഷരപ്രാസം കൊണ്ടൊക്കെ ചൊല്ലഴുക വർദ്ധിപ്പിക്കാൻ കവികൾ ശ്രദ്ധിക്കാറുണ്ട്. വസന്തതിലകം എന്ന വൃത്തം, അത് ചൊല്ലാം വസന്തതിലകം തഭജം ജഗംഗം എന്നാണ് അതിൻ്റെ ലക്ഷണം. വായ്ത്താരിയാക്കി പറയുകയാണെങ്കിൽ ധീം ധീം തധീം തക്കിട്ട ധീം തക ധീം തധീം ധീം 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 തധീം തക്കിട്ട ധീം തക ധീം തധീം ധീം എന്ന് ചൊല്ലാവുന്നതാണ്. മേളക്കാരൊക്കെ കൊട്ടിക്കൂർപ്പിക്കുക എന്നൊരു ഭാഷ ഉപയോഗിക്കാറുണ്ട്. ഏതാണ്ട് അതിൻ്റെ ഒരു ഛായ ഈ വസന്തതിലകം വൃത്തത്തിന് കാണാൻ സാധിക്കും. ധീം ധീം തധീം തക്കിട്ട ധീം തക ധീം ത ധീം ധീം എന്നിങ്ങനെ കൂർപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു സുഖം ഈ വൃത്തത്തിൽ കാണാനാവും. ഇനി മാലിനി എന്ന വൃത്തം എടുക്കുകയാണെങ്കിൽ നനമയ യുഗമെട്ടിൽ തട്ടണം മാലിനിക്ക്, നനമയ യുഗമെട്ടിൽ തട്ടണം മാലിനിക്ക് എന്നാണ് അതിൻ്റെ ലക്ഷണം. തക്കിട്ട തക്കിട്ട ധീം 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 തധീം ധീം തധീം ധീം തക്കിട്ട തക്കിട്ട ധീം 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 തധീം ധീം തധീം ധീം. കോട്ടയത്ത് തമ്പുരാന്റെ സ്ഫടികധവളഭാസം ഫുല്ലകുന്ദാഭഹാസം കനകഗിരിശരാസം കൽമഷധ്വാന്തഹംസം വിഹിതപുരനിരാസം വാങ്മയീ തീരവാസം ഭജത ബഹുവിലാസം ബാലചന്ദ്രാവതംസം എന്ന മാലിനി വൃത്തത്തിലുള്ള ശ്ലോകത്തിൽ അഷ്ടപ്രാസവും മനോഹരമായി ചേർത്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു സംസ്കൃത വൃത്തമാണ് മന്ദാക്രാന്ത. മന്ദാക്രാന്ത മഭനതതകം നാലുമാറേഴുമായികം എന്നാണ് അതിൻ്റെ ലക്ഷണം പറയുന്നത്. ധീം 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 തക്കിട്ട തക ധീം ധീം തധീം ധീം തധീം ധീം. മന്ദാക്രാന്തയിൽ ആദ്യത്തെ ധീം 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 എന്ന് കഴിഞ്ഞുള്ള തക്കിട്ട തക്ക ധീം എന്ന 6 അക്ഷരം ഒഴിവാക്കിയാൽ മറ്റൊരു വൃത്തം കിട്ടും. ശാലിനി എന്നാണ് അതിൻ്റെ പേര്. ധീം 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 തധീം ധീം തധീം ധീം 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 തധീം ധീം തധീം ധീം. 4-7 ശാലിനി തം തഗംഗം എന്നാണ് അതിൻ്റെ ലക്ഷണം. ശ്രദ്ധര എന്ന വൃത്തവും ധീം 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 തധീം ധീം തക്കിട്ട തക്കിട്ട ധീം ധീം തധീം ധീം തധീം ധീം. 7-7 ഖണ്ഡം മരഭനയയം ശ്രദ്ധരാവൃത്തമാകും. ഇവയുടെയൊക്കെ അവസാനത്തെ അക്ഷരഘടന ഒരേപോലെയാണ് എന്നത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇതേ അക്ഷരഘടന വരുന്ന മറ്റൊരു വൃത്തമാണ് ഭുജംഗപ്രയാതം. യകാരങ്ങൾ 4 ഭുജംഗപ്രയാതം എന്നാണ് അതിൻ്റെ ലക്ഷണം. തധീം ധീം തധീം ധീം തധീം ധീം തധീം ധീം എന്ന് ചൊല്ലുമ്പോൾ മാലിനിക്കും മന്ദാക്രാന്തയ്ക്കും ശാലിനിക്കും ശ്രദ്ധരയ്ക്കും ഭുജംഗപ്രയാതത്തിനും അവസാനം നിൽക്കുന്ന അക്ഷരഘടന ധീം തധീം ധീം തധീം ധീം എന്നാണ് എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്.
ഭുജംഗപ്രയാദത്തിൽ ശ്രീ അരിയന്നൂർ ഉണ്ണികൃഷ്ണന്റെ ഒരു ശ്ലോകം. ശരീരാർദ്ധയോഷം സദാനന്ദപോഷം നിശാനാഥഭൂഷം നിഷാദോഗ്രവേഷം ഉദഗ്രാർത്തിശോഷം നതേന്ദ്രാനിമേഷം ഭവാതങ്കമോഷം ഭജേ യജ്ഞപേഷം. ഇതിൽ അഷ്ടപ്രാസം കൊണ്ടുണ്ടാക്കുന്ന ചൊല്ലഴക് ഏറെ ശ്രദ്ധേയമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഭുജംഗപ്രയാതം ഭുജംഗ ശരീര യകാരം തധീം ധീം എന്ന് ചൊല്ലിത്തുടങ്ങിയതിൻ്റെ ശേഷമാണ് താളത്തിൻ്റെ അടി വരുന്നത്. അതിനാൽ ഇത് ഒരു അതീത താളത്തിൽ ചൊല്ലാൻ പറ്റുന്ന വൃത്തമാണെന്ന് പറയാൻ സാധിക്കും. പഞ്ചചാമരം എന്ന വൃത്തം ലഗം ലഗം നിരന്നു പത്തുമാറു പഞ്ചചാമരം, അല്ലെങ്കിൽ ജരം ജരം ജഗം നിരന്നു പഞ്ചചാമരം വരും എന്നാണ് ലക്ഷണം വൃത്തമഞ്ജരിയിൽ കാണാൻ സാധിക്കുന്നത്. തധീം 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 എന്ന രീതിയിൽ ലഘു ഗുരു ലഘു ഗുരു എന്ന ഘടനയിലാണ് പഞ്ചചാമരം വൃത്തത്തിൽ അക്ഷരങ്ങൾ വിന്യസിക്കുന്നത്. ശങ്കരചരിതവും പ്രസിദ്ധമായ സംസ്കൃത വൃത്തമാണ്. സനജം നഭസഗണങ്ങളൊടിഹ ശങ്കരചരിതം, സനജം നഭസഗണങ്ങളൊടിഹ ശങ്കരചരിതം, തകധീം തക തകധീം തക തകധീം തക തകധീം തകധീം തക തകധീം തക തകധീം തക തകധീം. അതിരുചിര എന്ന ഒരു വൃത്തം ചതുര്യതിർഹ്യതിരുചിരാജഭസ്ജഗം, ചതുര്യതിർഹ്യതിരുചിരാജഭസ്ജഗം, തധീം തധീം തകിട തധീം 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 തകിട തധീം 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 തക്കിട്ട 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 എന്നീ തിശ്രനടയിൽ, ശങ്കരചരിതവും തിശ്രനടയിൽ നമുക്ക് ചൊല്ലാൻ സാധിക്കുന്ന മറ്റൊരു വൃത്തമാണ്. മദനാർത്ത എന്ന വൃത്തം ചേർന്നാൽ തയസംഭം ഗഗവൃത്തം മദനാർത്ത, ചേർന്നാൽ തയസംഭം ഗഗവൃത്തം മദനാർത്ത, ധീം ധീം തക ധീം ധീം തക ധീം ധീം തക ധീം 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 തക ധീം ധീം തക ധീം ധീം തക ധീം ധീം. തിശ്രഗതിയിൽ ചൊല്ലാൻ പറ്റുന്ന വൃത്തമാണ് മദനാർത്തയിൽ. മറ്റൊരു വൃത്തമാണ് അശ്വഗതി. അഞ്ചുഭകാരമിഹാശ്വഗതിക്കൊടുവിൽ ഗുരുവും, അഞ്ചുഭകാരമിഹാശ്വഗതിക്കൊടുവിൽ ഗുരുവും, ധീം തക ധീം തക ധീം തക ധീം തക ധീം തക ധീം ധീം തക ധീം തക ധീം തക ധീം തക ധീം തക ധീം തക്കധീമി 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 എന്ന ചതുരശ്ര നടയിൽ ചൊല്ലാവുന്ന വൃത്തം. ഇതിൻ്റെ മറ്റൊരു രൂപമാണ് അക്ഷരങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ മാത്രയുടെ ദൈർഘ്യം കൂട്ടിയ വൃത്തമാണ്. ഏഴുഭകാരമൊരേ വരിയായൊടുവിൽ ഗുരുവും മതിരയ്ക്കുവരും, ഏഴുഭകാരമൊരേ വരിയായൊടുവിൽ ഗുരുവും മതിരയ്ക്കുവരും. മതിര എന്ന വൃത്തം. ധീം തക 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 ധീം ധീം തക 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 ധീം. തുടക്കത്തിലുള്ള ധീം എന്ന ഗുരു അക്ഷരത്തെ രണ്ട് ലഘുക്കളാക്കി മാറ്റിയ രൂപമാണ് അയ്യഗിരി നന്ദിനി എന്ന കവിതയിലൊക്കെ വരുന്നത്. അതിനൊരു പേര് വൃത്തമഞ്ജരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പൃഥ്വി എന്ന വൃത്തം ജസം ജസയലങ്ങളും ഗുരുവുമെട്ടിനാൽ പൃഥ്വിയാം, ജസം ജസയലങ്ങളും ഗുരുവുമെട്ടിനാൽ പൃഥ്വിയാം, തഥീം തകിടധീം തഥീം തകിടധീം തഥീം ധീം തഥീം തഥീം തകിടധീം തഥീം തകിടധീം തഥീം ധീം തഥീം
എന്നാണ് പൃഥ്വി എന്ന വൃത്തത്തിന് വായ്ത്താരി ചൊല്ലാൻ സാധിക്കുക. ഇവിടെയും അഷ്ടപ്രാസം കൊണ്ട് രചന മനോഹരമാക്കാൻ കവികൾ ശ്രദ്ധിക്കാറുണ്ട്. സുധാകര കലാധരം സുജനവൃന്ദ സമ്പത്കരം സുധാസനമുദങ്കരം ഹിമഗിരീന്ദ്ര കന്യാസ്മരം ക്രുധാമപി വശീകരം റിപുനശീകരം സുന്ദരം സ്വധാമഗിരിഡംബരം ഭജ ദിഗംബരം ശങ്കരം. മഹാകവി കൈതക്കൽ ജാതവേദന്റെ ശ്ലോകമാണിത്. കുസുമമഞ്ജരി വൃത്തത്തിൻ്റെ തുടക്കത്തിലുള്ള ഗുരുവും അവസാനം വരുന്ന രഗണത്തിന് മുമ്പുള്ള നഗണവും ഒഴിവാക്കിയാൽ അത് പൃഥ്വിയാകും. കേശപാശധൃത പിഞ്ചികാ വിതതി സഞ്ചലന്മകരകുണ്ടലം എന്നതിൽ തുടക്കത്തിലുള്ള കെ എന്ന ഗുരുവും മകരകുണ്ടലം എന്നതിലെ മകര എന്നതും ഒഴിവാക്കിയാൽ അത് പൃഥ്വി എന്ന വൃത്തമായി മാറുന്നു. ശപാശധൃത പിഞ്ചികാ വിതതി സഞ്ചലൻ കുണ്ടലം ശപാശധൃത പിഞ്ചികാ വിതതി സഞ്ചലൻ കുണ്ടലം എന്ന മാറ്റമേ കുസുമമഞ്ജരിയുമായി പൃഥ്വിക്ക് ഉള്ളൂ. മല്ലിക മുമ്പ് പരാമർശിച്ചിട്ടുള്ള വൃത്തമാണ്. രംസജം ജഭരേഫമിഗണയോഗമത്ര ഹി മല്ലിക രംസജം ജഭരേഫമിഗണയോഗമത്ര ഹി മല്ലിക ധീം തധീം തക ധീം തധീം തക ധീം തധീം തക ധീം തധീം ധീം തധീം തക ധീം തധീം തക ധീം തധീം തക ധീം തധീം തക്കിട്ട തക്ക ധീമേ തക്കിട്ട തക്ക ധീമേ എന്ന മിശ്രഗതിയിൽ വരുന്ന വൃത്തമാണ് മല്ലിക. ഇതും കുസുമമഞ്ജരിയുമായി വളരെ ചെറിയ ഒരു വ്യത്യാസമേ ഉള്ളൂ. ധീം തധീം തക, ആ തക എന്ന സ്ഥാനത്ത് തക്കിട്ട എന്നാക്കിയാൽ ധീം തധീം തക്കിട്ട ധീം തധീം പിന്നെയും തക എന്നാണ് മല്ലികയിൽ വരുന്നത്, അതും തക്കിട്ട എന്നാക്കാം. അങ്ങനെ മല്ലികയിൽ വരുന്ന തക എന്നിടത്തൊക്കെ തക്കിട്ട എന്നാക്കിയാൽ ഒരു ലഘു അക്ഷരം കൂട്ടിയാൽ അത് കുസുമമഞ്ജരിയാവും. ധീം തധീം തക ധീം തധീം തക ധീം തധീം തക ധീം തധീം മല്ലിക. ധീം തധീം തക്കിട്ട ധീം തധീം തക്കിട്ട ധീം തധീം തക്കിട്ട ധീം തധീം കുസുമമഞ്ജരി. അപ്പം മല്ലികയും കുസുമമഞ്ജരിയും തമ്മിൽ ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ എങ്കിലും മല്ലിക മിശ്രഗതിയിലും കുസുമമഞ്ജരി ചതുരശ്രഗതിയിലും ചൊല്ലാൻ പറ്റുന്ന വൃത്തമാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ശിഖരിണി, ഹരിണി, ശംഭുനടനം തുടങ്ങിയ വൃത്തങ്ങളൊക്കെ ഇങ്ങനെ മിശ്ര നടയിൽ ചൊല്ലാവുന്നതാണ്. ശിഖരിണിക്ക് യതിക്കാറിൽ തട്ടും യമന സഫലം ഗം ശിഖരിണി തധീം ധീം 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 തക്കിട്ട തക ധീം ധീം തക ധീം. ലക്ഷണപ്രകാരം ആറാമത്തെ അക്ഷരത്തിലാണ് യതി വരേണ്ടത്. താളത്തിൽ ചൊല്ലുമ്പോൾ നാലാം അക്ഷരത്തിൽ യതി വന്നാൽ ചന്തം കൂടുന്നതായും കാണാൻ സാധിക്കും. കരാറായി കാന്തൻ കപടമതി കാറോടനധുന വരാറായി വന്നാലറിക പണി തീർക്കും പടുമത്തെ ഒരാറായി മാസം തടവവനു നമ്മെ തൊടുകില പറൂരായി വാസം പകലിരവു പിന്നെ ബഹുസുഖം എന്ന ശ്ലോകത്തിലൊക്കെ ഈ നാലാമത്തെ അക്ഷരം ഒരേപോലെ വന്നതുകൊണ്ടുള്ള ചൊല്ലഴക് കാണാവുന്നതാണ്. ഹരിണി എന്ന വൃത്തവും മുമ്പ് പരാമർശിച്ചിട്ടുള്ളതാണ്. നസമഹരിണിക്കാറും പത്തും മുറിഞ്ഞുരസം ലകം നസമഹരിണിക്കാറും പത്തും മുറിഞ്ഞുരസം ലകം തക്കിട്ട തക ധീം 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 തധീം തക ധീം തധീം
തക്കിട്ട തക ധീം 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 തധീം തക ധീം തധീം. മറ്റൊരു വൃത്തമാണ് ശംഭുനടനം. ഖണ്ഡനടയിൽ ചൊല്ലാൻ പറ്റുന്നതാണ് ശംഭുനടനം എന്ന വൃത്തം. ജകാരസനഭത്തൊടു ജകാരസനഭം ലഘു ഗുരുക്കളിഹ ശംഭുനടനം. തധീം തക്കിട ധീം തക്കിട ധീം തക്കിട ധീം തക്കിട ധീം തക്കിട ധീം തക്കിട ധീം. തധീം തക്കിട ധീം തക്കിട ധീം തക്കിട ധീം തക്കിട ധീം തക്കിട ധീം തക്കിട ധീം. തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട എന്ന താളം. ഇങ്ങനെ ശ്ലോകങ്ങളെയും താളത്തിൻ്റെ കണ്ണിലൂടെ ഏതാണ്ടൊക്കെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ ശ്ലോകങ്ങളെയും താളത്തിൻ്റെ കണ്ണിലൂടെ നോക്കിക്കാണാൻ ഏതാണ്ടൊക്കെ നമുക്ക് സാധിക്കും. വൃത്തങ്ങളും താളങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള എൻ്റെ ഈ വീഡിയോ അവതാരണങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാം എന്നും കരുതുന്നു. ശ്രദ്ധയോടെ എല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്ത് ക്രിയാത്മകമായി പ്രതികരിക്കുകയാണെങ്കിൽ ഏറെ സന്തോഷം. ഇവ കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടാവുകയാണെങ്കിൽ ഞാൻ വളരെയധികം കൃതാർത്ഥനായി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.